ഈ സംഭവത്തിന് മറ്റവകാശികളൊന്നും വന്നില്ലെങ്കിൽ ഇത് ഞങ്ങളുടെ തലയിൽ ഉരുത്തിരിഞ്ഞാന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നമ്മുടെ നാടൻ കോഴിക്കട്ടെ ഒന്ന് വിപുലീകരിച്ചെടുത്താൽ നിങ്ങൾക്ക് എന്ത് പേരിൽ വേണമെങ്കിലും ഇവനെ വിളിക്കാം. അപ്പോൾ നല്ല അരിപ്പൊടി എടുക്കുക, അതിൻ്റെ അകത്തോട്ട് തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ച് മാറ്റി വെച്ചു. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞത് എണ്ണ ചൂടായി വരുമ്പോൾ അതിൻ്റെ അകത്തോട്ട് ഇട്ട് വഴറ്റിയെടുക്കുക. വഴന്നു വരുമ്പോൾ മറ്റു മസാലപ്പൊടികളൊന്നും ചേർക്കേണ്ട, ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഒപ്പം ഒരു 3 ടിന്ന് ടിൻ ഫിഷും കൂടെ ആഡ് ചെയ്യുക. അത് നന്നായിട്ട് വഴന്ന് നല്ല വെള്ളമൊക്കെ തോർന്ന് കിട്ടുമ്പോൾ നമ്മൾ കുഴച്ച് വെച്ച അരിപ്പൊടിയിൽ നിന്നും ഓരോ ചെറിയ ഉരുളകളാക്കി എടുത്ത് ഈ ഫില്ലിങ്സ് അതിൻ്റെ അകത്തോട്ട് നിറച്ചു കൊടുക്കുക. പിന്നെ ബാക്കി പറയണ്ടല്ലോ, നമ്മുടെ കോഴിക്കട്ട എങ്ങനെ സെറ്റാക്കുന്നോ അതേപോലെ നല്ലതായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. എല്ലാ ഉരുളകളും സെറ്റായി കഴിയുമ്പോൾ നമ്മുടെ ഇഡലി പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് ആവി കയറി നല്ല ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഉരുട്ടി വെച്ചത് ഓരോന്നായിട്ട് അന്ന് സ്റ്റീം ചെയ്ത് എടുക്കണം. അങ്ങനെ കുറച്ച് നേരം ഒരു 10-20 മിനിറ്റ് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതെല്ലാം കഴിഞ്ഞ് റെഡി ആയി കഴിയുമ്പം നല്ല മണം വരാൻ തുടങ്ങും. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. അടപ്പ് തുറന്ന് നോക്കിയപ്പോൾ നല്ല ചൂട് വാറുന്ന പേര് നിങ്ങൾ വിളിച്ചോ കേട്ടോ, ഞാൻ പേരിട്ടിട്ടില്ല. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. നല്ല ചൂട് ചായയും ഇവറ്റെല്ലാം രണ്ടെണ്ണം കൂടെ കിട്ടിയ ആരാ വേണ്ടാന്ന് പറയാ.